കണ്ണിക്കൂടെ കണ്ണീര് വരുന്നു എനിക്ക്. തളരരുത് രാമൻകുട്ടി, തളരരുത്. രമ്യ സുരേഷ് അല്ലേ? ഞാൻ ഒരു ബാങ്കിൽ നിന്നായിരുന്നേ, നമ്മളൊരു ലോണ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഏത് ബാങ്കിൽ പ്രൈവറ്റിൽ നിന്ന് ഞാൻ ലോൺ എടുത്തില്ല. എന്ത് വരാൻ ഞാൻ ആകെ സൊസൈറ്റി വീട് ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കണമായിരുന്നു. അതാണ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അത് കുറച്ച് അന്വേഷിക്കട്ടെ. എന്റെ പേരിൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ ലോണ് തെറ്റിയെന്നുള്ളത്. നോക്കായിരുന്നു ഉണ്ടാവും ഇല്ലേ? എന്റെ പേരിൽ ലോൺ എടുത്തിട്ട് ലോൺ അടവ് തെറ്റിയത് ആര് ലോൺ എടുത്തു? അല്ല, ഒരു നമ്മളെ ലാസ്റ്റ് എടുത്ത ഒരു 10 ലക്ഷം രൂപന്റെ ലോണായിരുന്നു. രമ്യ. ഭർത്താവിന്റെ പേര് സുരേഷ് എന്നാണ് ഭർത്താവിന്റെ പേര്. മാഡം നിങ്ങളെ അറിയാതെ എടുക്കില്ലല്ലോ. ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങൾ എടുത്തിട്ട് പോലീസ് സൊസൈറ്റി പോലീസാണ്. ആ അറിയാം, അതില് പോലീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ബാങ്ക് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല. നമ്മളെ ഏജൻസിയാണ്. ഏജൻസി എന്ന് പറഞ്ഞപ്പോ ഈ ലോണൊക്കെ തെറ്റില്ലേ? ലോണ് തെറ്റുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് അപ്പൊ നിങ്ങൾ തെറ്റി പറ്റിയിട്ടുണ്ടാവും. അതായത് ഞങ്ങള് മറ്റേ എടുത്തത് സൊസൈറ്റിയിൽ നിന്ന് അത് ക്ലോസ് ചെയ്തു. 5 ലക്ഷം രൂപ. ഇത് 5 ലക്ഷം അല്ല, 10 ലക്ഷം രൂപ. 2018 ഏകദേശം 13,514 രൂപ വരുന്നത്. ഇപ്പൊ അതില് അടവ് തെറ്റിയിട്ട് ഒരു 500 രൂപയും കൂടിയിട്ട് എക്സ്ട്രാ വരും. എടുത്തിട്ടില്ല. 5-ാം തീയതി തൊട്ടിട്ട് അറിയാതെ എന്റെ പേരിൽ ആരെടുത്ത്? അറിയാതെ അത് KYC ഒക്കെ ആക്കിയിട്ട് എടുക്കുന്ന ലോണാണ്. അങ്ങനെ എടുത്തിട്ടില്ല. അല്ല, എടുത്തിട്ടുണ്ട്. അത് തെറ്റിയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എടുത്തിട്ടില്ല. സൊസൈറ്റി അല്ല, ഇതൊരു പ്രൈവറ്റ് ബാങ്കാണ്. നമുക്ക് ഒരുപാട് നമ്മളെ ഏകദേശം ഒരു 10-15 ബാങ്കുകളുണ്ട്. അപ്പൊ ഏത് ബാങ്കാണെന്ന് അറിയില്ല. നമുക്ക് ഇങ്ങനെ കസ്റ്റമറിന്റെ സൊസൈറ്റി DPO സൊസൈറ്റി ഇല്ലേ, അതൊന്നും എറണാകുളം സൊസൈറ്റി ആ രണ്ടും ക്ലോസ് ചെയ്തു. പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് പിന്നെ KSFE ഉള്ളത് അത് ഞാൻ കറക്റ്റ് ആയിട്ട് അടച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇത് തെറ്റിയിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? കോണ്ടാക്ട് നമ്പർ ഉണ്ടോ? അവരെ കോണ്ടാക്ട് ചെയ്യാൻ. ശരി, ഒരു മിനിറ്റ്. ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽ എടുത്തിട്ട് വരാം. വണ്ടിയിലാണ്. എനിക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. ഹാപ്പി ആനിവേഴ്സറി. അയ്യോ, താങ്ക് യു. ഞങ്ങള് ഗിഫ്റ്റഡ് മൊമെന്റ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലുള്ളതാണ്. ഓക്കെ, ഇതാരാ തന്നെന്ന് മനസ്സിലായോ? എന്നാലും ഒന്ന് ഗസ് ചെയ്യാലോ. എനിക്ക് ഒരു ബന്ധമില്ലേ? എന്നാലും നമുക്കൊന്ന് ഫോണ് വാങ്ങിച്ചതിന്റെ എങ്ങനെ ഫോണ് അല്ല അല്ല എന്നാലും ഞങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റിയ പിന്നെ ആകെ ഉള്ളത് മോളാണ്. മോളല്ല, മക്കളാണ്, പിന്നെ ആരും ഇല്ല. എന്നാലും നമുക്ക് ഒന്ന് ഗസ് ചെയ്യാലോ. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് പറഞ്ഞു തന്നാണ്. ആരും ഞങ്ങൾക്ക് അങ്ങനെ. പിന്നെ എന്റെ സിസ്റ്ററാണ്. പിന്നെ എന്റെ ബ്രദർ. മീൻസ് ആരാ തന്നത്? ഒരു ഗസ് ആരുമില്ല നിങ്ങൾക്ക് തരാനും. ആരും ഒന്ന് പേര് പറയായിരുന്നു. രേഷ്മ. വേറെ ഏറ്റവും വേണ്ടപ്പെട്ട എന്റെ മോൾ തന്നെ ശ്വേത. അല്ലല്ല, പിന്നെ ആരുള്ളത്? ശരി, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാ ഇതിലുണ്ടാവും. എന്റെ അനിയത്തി തന്നെയാണ്. രേഷ്മ തന്നെയാണ്. ഹാപ്പിയായി. അനിയത്തിയെ തരുള്ളൂ, എനിക്ക് വേറെ ആരും വേണ്ടപ്പെട്ടവരില്ല. ആണോ? അനിയത്തിന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു സോ മച്ച്. ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല, സത്യം. ഇതുപോലൊരു സർപ്രൈസ് നടത്തി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഹാപ്പി അല്ലേ? ഓക്കെ. ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാ? താങ്ക് യു. അതെ, രശ്മേ താങ്ക് യു കേട്ടോ. ഓക്കെ. ഞെട്ടിപ്പോയി. ഞെട്ടി. ലോൺ എന്ന് പറഞ്ഞിട്ട് വന്നാണ് ഫസ്റ്റ്.
ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ, കാരണം ലോൺ അടച്ചു കഴിഞ്ഞില്ലേ. ഓക്കെ ഓക്കെ, എന്തായാലും അടിപൊളിയാവട്ടെ ഇനിയുള്ള എല്ലാ വിവാഹ വർഷങ്ങളും. വന്നേ സന്തോഷം. ഓക്കെ, താങ്ക് യു.